നല്ല കുരുമുളക് പൊടിയിട്ട് വരട്ടിയെടുത്ത ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഇന്ന് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അധികം എല്ലില്ലാത്ത ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ബീഫാണ്. നമുക്കിതിനെ ഒരു 4-5 വെള്ളത്തിൽ കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലയൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന പോലെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെയിറ്റൊക്കെ ഇട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇല്ലേ, നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുപ്പിൽ ഒരു വലിയ ഉരുളി വെച്ച് അതിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാമേ. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. തേങ്ങാക്കൊത്തൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് കുറച്ച് സവോള ഇട്ട് കൊടുക്കണേ. ഈ ഉള്ളിയുടെ അളവ് കൂടുമ്പോൾ ടേസ്റ്റ് കുറച്ച് നന്നായിട്ട് കൂടും കേട്ടോ. ഈ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. ഉള്ളിയൊക്കെ വഴന്ന് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് അധികം കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഈ ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഏതാണ്ട് ഈ പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ബീഫും ഉള്ളിയൊക്കെ കൂടെ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ പറ്റി ഈ പരുവാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ. ബീഫിനകത്ത് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആ കുരുമുളക് പൊടിയും മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി ചെറിയ തീയിലിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരട്ടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.